മധുരയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ മറക്കാതെ തിരിച്ചു കൊണ്ടുവരേണ്ട സാധനങ്ങളാണ് അവിടുത്തെ സാരികളും വളകളും. രാവിലെ മീനാക്ഷി അമ്മൻ ടെമ്പിളിൽ വിസിറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നാച്ചിയാഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആദ്യം ഷോപ്പിങ്ങിന് പോയത്. അവിടെ നിന്ന് ഒരു 2-3 സാരിയൊക്കെ എടുത്ത് സൗത്ത് മാസി സ്ട്രീറ്റിലെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ഞങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. ഇതുപോലത്തെ ഫൈബർ വളകളും കുപ്പി വളകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഫൈബർ വള താഴെ വീണാലും പൊട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ലേഡീസിൻ്റെ ആക്സസറീസ് ഒരുപാട് കടകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ഞാൻ അധികം യൂസ് ചെയ്യുന്ന ടൈപ്പ് സാധനങ്ങളല്ലാത്തതുകൊണ്ട് ഞാനധികം വാങ്ങിച്ചില്ലായിരുന്നു. സൗത്ത് മാസി സ്ട്രീറ്റിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ഒരു ഇടവഴി കയറി കഴിഞ്ഞാൽ ഇതുപോലെ ചുറ്റും സാരിക്കടകൾ മാത്രമുള്ള ഒരു സ്ട്രീറ്റിലേക്ക് നിങ്ങൾ ചെന്നെത്തും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടും വാങ്ങിക്കാം, റീറ്റെയിലായിട്ടും വാങ്ങിക്കാം കേട്ടോ. ഞങ്ങൾ കയറിയത് ശ്രീ അംബിക സിൽക്സിലായിരുന്നു. ലക്ഷ്മി നായരുടെ വ്ളോഗിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. അവിടെ ചെന്നപ്പോൾ കോട്ടൺ സാരികളുടെ ഒരു ലോകത്തേക്കാണ് ഞങ്ങൾ ചെന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കോട്ടൺ സാരി മാത്രമല്ല, സിൽക്ക് സാരീസും ഉണ്ട്. സോ കോട്ടൺ സാരീസിൽ ഞങ്ങളെ കാണിച്ചു തന്നത് സുങ്കുടി കോട്ടൺ, ചെട്ടിനാട് കോട്ടൺ, കല്യാണി കോട്ടൺ, മംഗളാഗിരി കോട്ടൺ, മഹേശ്വരി കോട്ടൺ, ഇങ്ങനെ കുറേ വെറൈറ്റി കോട്ടൺ സാരീസ് കാണിച്ചു തന്നു. ആൻഡ് ഇതിൻ്റെയൊക്കെ പ്രൈസ് റേഞ്ച് 750 to 1000 ആട്ടോ. ഞങ്ങളൊരു മഹേശ്വരി കോട്ടൺ സാരിയും ഒരു കാഞ്ചി കോട്ടൺ സാരിയും വാങ്ങിച്ചു. ഞങ്ങൾക്ക് സാരീസൊക്കെ സെലക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് ഇദ്ദേഹമാണ് കേട്ടോ. ഓക്കെ. അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ A2Bയിലാണ് പോയത്. മസാല ദോശയൊക്കെ കഴിച്ചു. വലിയ സ്പെഷ്യലായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഞങ്ങൾ മധുരൈ ഫേമസ് ജിഗർദണ്ഡ കുടിക്കാനായിട്ട് പോയായിരുന്നു. നമ്മുടെ പാലട പായസമൊക്കെ തണുപ്പിച്ച് കിട്ടുന്ന ഒരു ഫീലായിരുന്നു. പക്ഷേ കൊള്ളായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ മധുരയിൽ നിന്ന് തിരിച്ചു പോരുമ്പം സാരികളും വളകളും കൊണ്ടുവന്നുള്ളൂ കേട്ടോ.